ഹായ്, ഇന്ന് ഞാനിവിടെ നമുക്ക് ടോപ്പിക്കായിട്ട് ഇന്നത്തെ വിഷയം നമ്മൾ ഒരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കിൻ കെയർ ഒരു പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്തിരിക്കണം. എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറയുന്ന സബ്ജക്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ. ഓക്കെ, നമുക്കൊരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളും കുറയും. കൊളാജിൻ, ഹോർമോൺ ചേഞ്ച്, ഈസ്ട്രജൻ്റെ കുറവ്, അങ്ങനെ എല്ലാം നമുക്ക് വേണ്ട എല്ലാത്തിൻ്റെ അളവും കുറയും ഇല്ലേ? അപ്പം നമ്മളൊന്ന് പുഷ് ചെയ്യണം, നമുക്കത് ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. ഒരു പരിധിവരെ ഇപ്പം നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിനെ. അപ്പം നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഒരു ഐഡിയ ആയിട്ടൊരു സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 5 വയസ്സ് വരെ നമുക്ക് കുറച്ച് പറയാൻ പറ്റും. അതേസമയം അത് എങ്ങായിട്ടിരിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്ത? ഒരു പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റൊട്ടീൻ ഇല്ലെങ്കിൽ നമുക്കുള്ള വയസ്സിനേക്കാളും കൂടുതൽ വയസ്സ് പറയുകയേ ഉള്ളൂ. മനസ്സിലായോ? നമുക്കൊരു ഇച്ചിരി സമയവും മനസ്സും കൂടെ വെച്ചാൽ നമുക്ക് നമ്മുടെ സ്കിൻ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മെയിനായിട്ടും നമുക്കൊരു ക്ലെൻസ് ചെയ്യാം. ആദ്യം നമുക്കൊന്ന് നമ്മുടെ മോർണിംഗ് റൊട്ടീനിൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം. എൻ്റെ കാഴ്ചപ്പാടിൽ പറയുവാണെങ്കിൽ നല്ലൊരു ഓയിൽ, ഇപ്പം നമ്മുടെ ഏതൊരു വീട്ടിലും ഇച്ചിരി വെളിച്ചെണ്ണ ഇല്ലാത്ത വീടുകളില്ല ഇല്ലേ? വെളിച്ചെണ്ണയാണെങ്കിൽ അതെടുക്കാം, ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏതാണോ നല്ല ഓയിൽ, പോട്ടെ, ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എടുത്താലേ ഒന്ന് മുഖം ഒന്ന് നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് അത് തന്നെ ഒന്നാമത്തെ നമ്മുടെ മുഖത്തുള്ള അഴുക്കൊക്കെ അതിൽ തന്നെ വന്ന് വരും. അത് തുടച്ചതിന് ശേഷം നല്ലൊരു ക്ലെൻസ്, ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യുക. അഥവാ ഇനി DIYയുടെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ, ഞാൻ തന്നെ യൂട്യൂബിൽ DIYയുടെ ഫേസ് വാഷ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതുപയോഗിച്ച് ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടോണർ ഉപയോഗിക്കാം. ഒരു ടോണർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ റോസ് വാട്ടർ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, റോസ് വാട്ടർ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ടോണറായിട്ട്. അപ്പോൾ നമ്മുടെ ഫേസ് ഒരു മസാജ് കൊടുത്തു, ചെറിയൊരു മസാജ് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ഫേസ് വാഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ ടോണർ കൊടുത്തു, നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട അത്യാവശ്യ ഒരു കാര്യമാണ് സിറം. അതിന് മെയിനായിട്ട് വേണ്ടിയത് നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നൊന്ന് പ്ലംബായിട്ടിരിക്കാനും ഗ്ലോ ആയിട്ടിരിക്കാനും, അതായത് അൺഈവൻ സ്കിന്നിനെ മാറ്റി സ്കിന്നൊന്ന് ഈവൻ സ്കിന്നാക്കി വെക്കാനും ഏറ്റവും ബെസ്റ്റാണ് ഹൈലറോണിക് ആസിഡ്. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈലറോണിക് അത് സ്വാഭാവികമായി ഉണ്ടാക്കുന്നതൊക്കെ കുറഞ്ഞു പോകും. അപ്പം ഒരു സിറം, ഹൈലറോണിക് ആസിഡിൻ്റെ സിറം 2.0 1 സംതിങ്ങിൻ്റെ സിറം നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്ന് ഫൈൻ ലൈൻസ്, റിങ്കിൾസും ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നമ്മളെ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഒരു വൈറ്റമിൻ C സിറം. നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ട് മാറ്റാനും സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആകാനും ഏറ്റവും നല്ലതാണ് നമ്മുടെ വൈറ്റമിൻ C സിറം. മിന്നു എന്നായിരിക്കും മിന്നു അവിടെ? ഓക്കെ, സോറി. നല്ലൊരു മിന്നു, ഞാൻ എവിടെയാണോ അവിടെ ആയിരിക്കും മിന്നു. എൻ്റെ കാലിൻ്റെ അടിയിൽ വന്നിരുന്ന് കളിക്കുക. നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് സിറമാണ് വൈറ്റമിൻ C സിറം. ഓക്കെ, അപ്പം നമ്മൾ അത് പറ്റുന്നവരെ, ഇനി അതല്ലാതെ കുറേ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം നോക്കിയിട്ട് വേറെ സിറങ്ങൾ ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ടാൻ പോകുന്നില്ലേ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് കോജിക് ആസിഡിൻ്റെ സിറം ഉപയോഗിക്കാം. പിന്നെ നയാസിനിമേൽ സിറം. ഇതൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ 2 സിറമെങ്കിലും നമ്മൾ ഒരു 50 വയസ്സ് കഴിഞ്ഞവർ ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ
ഫേസ് ഓയിൽ മസാജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഫേസ് ഒന്ന് നല്ല വാഷ് ചെയ്തു, അത് കഴിഞ്ഞൊരു ടോണർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സിറങ്ങൾ ഉപയോഗിക്കാം. ഇപ്പം ഓൺലൈനിലും നമ്മുടെ അവിടെ എല്ലാം സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. മസ്റ്റായിട്ട് നമ്മൾ വിചാരിച്ചാലേ നമ്മുടെ സ്കിൻ നന്നാവുകയുള്ളൂ. ഒരു ഏജ് വരെ നമുക്കെല്ലാം ദൈവം അനുഗ്രഹിച്ച് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉള്ളിലോട്ട് കൊടുക്കുന്നതാണ്. ഉള്ളിലോട്ടും കഴിച്ച് പുറമേ പുരട്ടിയാൽ മാത്രമേ നമ്മുടെ സ്കിൻ ഒരുമാതിരിയെങ്കിലും നല്ലതായിട്ടിരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഈ സിറം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഈ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നിങ്ങൾ ഫേസിന് റെസ്റ്റ് കൊടുക്കണം. ഒന്ന് ഉപയോഗിച്ചതിൻ്റെ പുറമെ ഒന്ന് പെട്ടെന്ന് ആഡ് ചെയ്യരുത്. നമ്മൾ ടോണർ കഴിഞ്ഞും സിറം കഴിഞ്ഞും ഒരു 5 മിനിറ്റ് വരെ നമ്മൾ ക്ഷമിക്കണം. അതായത് ആ സ്കിന്നിലോട്ടൊന്നത് പിടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പം അത് പിടിച്ചതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് അവസാനം മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ ഇട്ട് ഒരു 5 മിനിറ്റ് അതിനെ ഒന്ന് അബ്സോർവായിട്ട് പോകുന്നിടം വരെ ക്ഷമിച്ചിട്ട് നമുക്കൊരു സൺസ്ക്രീം ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും പുറത്ത് പോകുന്നവരാണെങ്കിലും മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഇട്ടിരിക്കണം. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ പറയും വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാണ്, അത്യാവശ്യമാണ്. നമുക്ക് നമ്മുടെ സൂര്യരശ്മികൾ നമ്മുടെ പെരയ്ക്കകത്തുമുണ്ട്. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന 50+ ഇടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇച്ചിരി ഡോസ് കുറഞ്ഞത് ഇട്ടാൽ മതി. എവിടെ? നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ. ഓക്കെ? അപ്പം എല്ലാവരും ഈ വീഡിയോ കാണണം. ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം. കണ്ടതിന് ശേഷം ഇതുപോലൊന്ന് ചെയ്ത് നോക്ക്. ചെയ്യാത്തവരാണ് എല്ലാവർക്കും തന്നെ അറിയാം, എല്ലാവരും ഇപ്പോൾ അപ്ഡേറ്റാണ്. എന്നാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞാൻ തുടർന്നിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ? അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.